ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നീക്കുപോക്ക് നമ്മുടെ അയൽപക്കത്ത് നടന്നിട്ടുണ്ട്. അയൽപക്കത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിലല്ല, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും, അതായത് ഇപ്പോൾ താലിബാനാണല്ലോ ഇപ്പം അഫ്ഗാനിസ്ഥാൻ്റെ നിയന്ത്രണം ഉള്ളത്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാനാണല്ലോ. അഫ്ഗാൻ താലിബാനും റഷ്യയും തമ്മിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സൈനിക പ്രതിരോധ കരാർ, അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ സുപ്രധാനമായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക കരാറിൽ ഏർപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പം ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അഫ്ഗാനിസ്ഥാനിൽ ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും ശരി, അത് താലിബാനായാലും ശരി, താലിബാന് മുമ്പുള്ള ഭരണ സംവിധാനങ്ങളായാലും ശരി, ഏത് കാലഘട്ടത്തിലായാലും ശരി, ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷേ നമുക്ക് പാകിസ്ഥാൻ എന്നുള്ള വലിയൊരു വിലങ്ങുതടി ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും, കാരണം നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡറൊന്നും ഷെയർ ചെയ്യുന്നില്ല, അതുതന്നെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു, നമ്മുടെ എന്താണ് പറയുന്നത്, ഒരു പരിമിതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം അഫ്ഗാനിസ്ഥാൻ നമുക്ക് പ്രധാനപ്പെട്ടാണെന്ന് പറയാൻ കാരണം, സെൻട്രൽ ഏഷ്യൻ റീജിയനിലേക്കും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രധാനപ്പെട്ട ഈ സെൻട്രൽ ഏഷ്യൻ ഭൂപ്രദേശങ്ങളിലേക്ക് നമുക്ക് ഒരു ജിയോഗ്രാഫിക്കൽ ആക്സസ് കിട്ടുവാൻ വേണ്ടി അഫ്ഗാനിസ്ഥാൻ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫുട് ഹോൾഡ്, നമുക്ക് ഒന്ന് കാല് ചവിട്ടി ഉറപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു, എന്താണ് പറയുന്നത്, നയതന്ത്രപരമെന്ന് മാത്രമല്ല തന്ത്രപരമായിട്ടുള്ള, സ്ട്രാറ്റജിക്കായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചൊരു വിജയം, അല്ലെങ്കിൽ നമുക്കതൊരു ബെനഫിഷ്യലായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള റഷ്യ അഫ്ഗാനിസ്ഥാൻ താലിബാനുമായിട്ട് ഇപ്പോൾ സൈനികപരമായിട്ടുള്ള, പ്രത്യേകിച്ച് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സൈനികപരമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ലെവൽ വേറെ ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് റഷ്യയെപ്പോലെ അല്ലെങ്കിൽ അമേരിക്കയെ പോലൊക്കെയുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങൾ മറ്റ് ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് സൈനിക തന്ത്ര പ്രധാനമായിട്ടുള്ള കരാറുകളിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ പ്രതിഫലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എടുത്തു പറയത്തക്ക കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ റഷ്യയും താലിബാനും തമ്മിൽ ഈ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏർപ്പെട്ടുള്ള ഈ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള ഈ ഒരു കരാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് റീജിയണലായിട്ട് ഇന്ത്യക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് റഷ്യയും താലിബാനും തമ്മിലുള്ള ബന്ധം, ഇപ്പോൾ നമുക്കറിയാം അമേരിക്ക താലിബാനിൽ നിന്നും പോയതിനു ശേഷം താലിബാൻ അവിടെ ഭരണം ഏറ്റെടുക്കുകയും അതിനുശേഷം അവിടെ പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളൊന്നും തന്നെ ഫോർമലായിട്ട് ഔദ്യോഗികമായിട്ട് താലിബാനെ റെക്കഗ്നൈസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ രാജ്യമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഏത് രാജ്യത്തും ഏത് ഭരണം വന്നു കഴിഞ്ഞാലും ആ ഒരു രാജ്യം ജിയോ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും പല രാജ്യങ്ങളും അവരുമായിട്ട്, ഇപ്പോൾ അവിടെ ഏത് തരത്തിലുള്ള ഭരണ സംവിധാനമായാലും ശരി, ഡെമോക്രസി ആയാലും കമ്മ്യൂണിസമായാലും ഏകാധിപത്യമായാലും ഇസ്ലാമിക് ഭരണമായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളായാലും സോഷ്യലിസമായാലും കമ്മ്യൂണിസമായാലും ക്യാപിറ്റലിസമായാലും രാജ്യങ്ങൾ പരസ്പരം ബന്ധപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ രാജ്യമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ഉഭയകക്ഷി ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ പൊതുവേ ജിയോ പൊളിറ്റിക്സിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നീക്കുപോക്കാണ്. കാരണം നമുക്കറിയാം, പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാനിൽ കൂടുതൽ സ്വാധീനം ലഭിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല, അത് മാറിയും മറിഞ്ഞുമൊക്കെ ഉണ്ടാകും.
അപ്പോൾ പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ്റെ മുകളിൽ നല്ല നിയന്ത്രണവും സ്വാധീനവും ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയായിരിക്കും എപ്പോഴും വന്നിട്ട്. അതിപ്പോൾ ഏത് ഭരണം അവിടെ ഉണ്ടായാലും ശരി, നമ്മുടെ രാജ്യത്ത് ഏത് ഗവൺമെൻറ് മറിഞ്ഞു വന്നു കഴിഞ്ഞാലും ശരി, കാരണം നമ്മൾ ട്രഡീഷണലായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പരാഗതമായിട്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനോട് സെയിം പോളിസി തന്നെയാണ്. അവിടെ ആര് വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച വിഷയമല്ല. അവിടെ ആര് വന്നു കഴിഞ്ഞാലും ഇന്ത്യ പരമാവധി ആ ഒരു സർക്കാരുമായിട്ട് ഗവൺമെൻറ്റുമായിട്ട് വളരെ കോർഡിയലായിട്ടുള്ള, എന്ന് വെച്ചാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് ശ്രമിക്കുകയും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാന് പല രീതിയിലുള്ള സഹായങ്ങൾ, കാരണം അഫ്ഗാനിസ്ഥാൻ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അങ്ങനെ റിലേഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിന് പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്നത് അവരുടെ മിലിറ്ററി ട്രെയിനിങ്ങും തീവ്രവാദികളും അല്ലെങ്കിൽ വെടിയുണ്ടകളും ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ത്യ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുകയും സ്കൂളുകൾ പണിഞ്ഞു കൊടുക്കുകയും ഹോസ്പിറ്റൽസ് പണിഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ അവരുടെ പോലീസ് മിലിറ്ററി സിസ്റ്റമൊക്കെ ട്രെയിൻ ചെയ്യുകയും ഒക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത്. ട്രേഡ് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇന്ത്യ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്കിതെല്ലാം അറിയാം. താലിബാനും അവർ ഭരണത്തിൽ വന്നതിന് ശേഷം അവർക്കറിയാം. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യയും താലിബാൻ ഗവൺമെൻറ്റും തമ്മിൽ തീർച്ചയായിട്ടും വളരെ എന്താണ് പറയുന്നത് സൗഹൃദപരമായിട്ടുള്ള ചർച്ചകളിൽ കൂടെയും ബന്ധങ്ങൾ പതുക്കെ നമ്മൾ ഗ്രാജുവലായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരികയാണ്. പ്രത്യേകിച്ച് താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം, താലിബാൻ അവിടെ ഭരണത്തിൽ വന്ന അന്ന് മുതൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ മോശമാവുകയും അത് നമുക്കറിയാം പല തരത്തിലുള്ള അതിർത്തി പ്രശ്നങ്ങളിലും പിന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ടുള്ള എയർ സ്ട്രൈക്കിലും ഒക്കെ തന്നെ ബന്ധങ്ങൾ തമ്മിൽ വളരെ മോശമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ വീക്ഷിക്കാൻ സാധിക്കുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള. അന്നേരം ഇന്ത്യയും താലിബാനും തമ്മിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗഹൃദവും മെച്ചപ്പെട്ട ബന്ധങ്ങളും സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇരു രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തിൽ ഏകദേശം നമുക്ക് ഒരു എന്താണ് വിജയകരമായി നമ്മളത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന ആര് തന്നെ ആയാലും ശരി, അവർക്കറിയാം ഇന്ത്യയെക്കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം മാത്രമേ ഉള്ളൂ, മറിച്ച് അവർക്ക് മറ്റ് ദോഷങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാവുന്നതാണ്. അതിപ്പോൾ താലിബാനല്ല, ഇനിയിപ്പം നാളെ ഈ ഇന്ത്യ ഇപ്പം പാകിസ്ഥാൻ്റെ ലഷ്കർ ഇ തൈബ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആയിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയാണല്ലോ. നാളെ അഫ്ഗാനിസ്ഥാനിൽ ലഷ്കർ ഇ തൈബ ഭരണത്തിൽ വന്നാലും ഞാനൊരു ഹൈപ്പോത്തിക്കേഷൻ പറയുകയാണ്. നാളെ ലഷ്കർ ഇ തൈബ അല്ലെങ്കിൽ ജെയ്ഷ് ഇ മുഹമ്മദ് എന്നൊക്കെ പറയുന്ന തീവ്രവാദ സംഘടനയാണ് അഫ്ഗാനിസ്ഥാനിൽ സർക്കാർ രൂപീകരിക്കുന്നതും ഭരണത്തിൽ വരുന്നതും എങ്കിൽ തന്നെയും ഇന്ത്യ തീർച്ചയായിട്ടും അവരുമായിട്ട് കുറേ കഴിഞ്ഞെങ്കിലും പെട്ടെന്നല്ലെങ്കിൽ തന്നെ കുറേ കഴിഞ്ഞെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുകയും പിന്നെ ഗ്രാജുവലായിട്ട് നമ്മൾ ആ ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകാനുള്ള സാഹചര്യങ്ങൾ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഈ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മളിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുകയോ ഇടപെടാതിരിക്കുകയോ അല്ലെങ്കിൽ രണ്ട് വീടുകൾ തമ്മിൽ ഇല്ലയോ അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാം. പക്ഷേ ജിയോ പൊളിറ്റിക്സിൽ രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാനുള്ള സാധ്യത വളരെ റെയറാണ്. പിന്നെ അമേരിക്കയുടെ ചില ഈ സാങ്ഷൻസ് അല്ലെങ്കിൽ അമേരിക്ക ഇറാൻ റിലേഷൻസ് അതൊക്കെ ബാഹ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ബിഹൈൻഡ് ദ സീനിൽ അവർ തമ്മിൽ ഡീലും അല്ലെങ്കിൽ പല തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അത് വേറൊരു വിഷയം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ശരി, അവരുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഊഷ്മളമായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുക്കുക എന്നുള്ള ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഈ സെൻട്രൽ ഏഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഇതുപോലുള്ള രാജ്യങ്ങൾ ഇതുപോലെ ഭൂപ്രദേശങ്ങളിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പം നമുക്ക് ഈ ചബഹാർ പോർട്ട് ഇറാനിലെ നമ്മൾ ഏറ്റെടുത്തത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം ആണ് നമുക്ക് ഇവിടുന്ന് ചബഹാർ വഴി പിന്നെ അവിടുന്ന് അഫ്ഗാനിസ്ഥാനിലേക്കാണ് നമ്മൾ ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ പാകിസ്ഥാൻ ഉള്ളതുകൊണ്ട് നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് നമുക്ക് നേരിട്ട് ആക്സസ് ലഭിക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളഞ്ഞ വഴി നമ്മൾ സ്വീകരിക്കുന്ന അത് നമ്മൾ സാധിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സെൻട്രൽ ഏഷ്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ നമുക്ക് റിസോഴ്സുകൾ ട്രേഡ് ഈ ഇൻഷോർട്ട് ട്രേഡ് അതായത് നമുക്ക് കച്ചവടം നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ രാജ്യത്തെ സംബന്ധിച്ചും. അപ്പോൾ കടൽ മാർഗ്ഗം നമുക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കത്തില്ല. പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് കരമാർഗ്ഗമേ വരത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ ഭൂപ്രദേശങ്ങൾ സെൻട്രൽ ഏഷ്യൻ റീജിയൻസ് ഇവിടെ എല്ലാം തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇനിയും ഒത്തിരി നമുക്ക് മുന്നോട്ട് പോവുകയും ഈ പറഞ്ഞ ഈ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ കൂടുതൽ നമുക്ക് എന്താണ് പറയുന്നത് റിസോഴ്സുകൾ
കരസ്ഥമാക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് വിറ്റഴിക്കാനോ ഒക്കെ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആക്സസ് വേണം, ലാൻഡ് ആക്സസ് വേണം നമുക്ക്. അത് പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തെ ഉണ്ടാക്കി നമ്മുടെ മുമ്പിൽ ഇട്ടത് തന്നെ ഈ ഒരു പ്രധാന ഉദ്ദേശം, ഈ ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് ഒറ്റ ഉദ്ദേശം നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് ബ്രിട്ടീഷുകാർ അത് ചെയ്തിരുന്നത്, പടിഞ്ഞാറൻകാർ. എന്നുവെച്ചാൽ ഇന്ത്യ ഒരു രീതിയിലും സാമ്പത്തികമായിട്ട് മുന്നേറരുത്. സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഈ സാധ്യമാക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ ഉണ്ടാക്കിയത്. അല്ലാതെ മുസ്ലിങ്ങൾക്ക് പോയി സ്വസ്ഥമായി താമസിക്കാനോ ഒന്നുമല്ല തീർച്ചയായിട്ടും അതല്ല. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പോൾ അൺഡിവൈഡ് ഇന്ത്യ, ഇപ്പം വിഭജിക്കാത്ത ഇന്ത്യ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലാണ്. എന്നുവെച്ചാൽ പാകിസ്ഥാൻ്റെ നെയ്ബറാണല്ലോ ഇറാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വിഭജിക്കാത്ത ഇന്ത്യ ആയിരുന്നെങ്കിൽ ഇന്ത്യയുടെ നെയ്ബറാണ് ഇറാൻ. അപ്പോൾ ഇറാനിൽ നിന്ന് നമുക്ക് ഓയിലും ഗ്യാസും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി തൊട്ടയൽ രാജ്യമായിട്ടുള്ള ഇറാനിൽ നമുക്ക് വളരെ എളുപ്പമായിരുന്നു. കാരണം പണ്ട് ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ പൈപ്പ് ലൈനൊക്കെ ഈ UP ഗവൺമെൻറ് ഒന്നാമത്തെ UPA ഗവൺമെൻറ് സമയത്തൊക്കെ അന്നത്തെ പെട്രോളിയം മിനിസ്റ്ററായിട്ടുള്ള മണിശങ്കർ അയ്യരൊക്കെ കാര്യമായിട്ട് പിന്നെ അതിനകത്തിൽ ഇടപെടുകയും അത് ഏകദേശം അത് ഫലവത്താകുമെന്ന് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയൊക്കെ ചെയ്ത ചരിത്രമൊക്കെ നടക്കുന്നത്. എന്നുവെച്ചാൽ അമേരിക്ക അത് ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല ശരിക്കും പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ പൈപ്പ് ലൈൻ അത് ഗ്യാസിൻ്റെ ആരും തോന്നും. അത് ഒരു പക്ഷേ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പാകിസ്ഥാനും വളരെ അധികം പ്രയോജനം ചെയ്യുന്ന, കാരണം അവർക്ക് ഗ്യാസും കിട്ടും, പിന്നെ ട്രാൻസിറ്റ് ഫീ എന്ന് നമുക്ക് പറയും. കാരണം അവരുടെ മണ്ണിൽ കൂടെ നമ്മുടെ രാജ്യത്തേക്ക് പൈപ്പ് ലൈൻ വരുന്നുണ്ട്, അതിൻ്റെ റെൻറ്റ് നമുക്ക് റോയൽറ്റി നമുക്ക് കൊടുക്കണമല്ലോ. അപ്പം വർഷം തോറും അവർക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ റോയൽറ്റിയും കിട്ടുമായിരുന്നു. അവർക്ക് ഇറാനിൽ നിന്ന് ഈസിയായിട്ട് പിന്നെ ഗ്യാസും കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അൺഡിവൈഡ് ഇന്ത്യ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയാവുന്ന മെച്ചങ്ങളാണ്. മിഡിൽ ഈസ്റ്റൊക്കെ നമ്മൾ തൊട്ടടുത്ത പ്രദേശമായിട്ട് മാറിയേനെ. അതുപോലെ സെൻട്രൽ ഏഷ്യ, നമുക്ക് അഫ്ഗാനിസ്ഥാൻ നമ്മുടെ നെയ്ബറിങ് രാജ്യമായിട്ട് മാറിയേനെ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനിലും എല്ലാ സമയത്തും, കാരണം ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട് നമുക്ക് അത് വളരെ പ്രയാസകരമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഇല്ലാത്തൊരു ഇന്ത്യ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനിലെ കാര്യങ്ങളെ നിയന്ത്രിക്കാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും നമുക്ക് കഴിയുകയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും റിസോഴ്സുകൾ ഇന്ത്യയിലേക്ക് നമുക്ക് എത്തിക്കാനും അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാനോ കഴിയുമായിരുന്നു. പിന്നെ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന വലിയ ഭൂപ്രദേശത്തിലേക്ക് നമുക്ക് ആക്സസ് ഈസിയായിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പടിഞ്ഞാറൻ സായിപ്പന്മാർ നേരത്തെ മുന്നേ കൂട്ടി കണ്ടുകൊണ്ടാണ് 100 വർഷത്തിന് മുമ്പേ അമരി പണി ചെയ്ത് പാകിസ്ഥാനെ ഉണ്ടാക്കി നമ്മുടെ മുമ്പിൽ വലിയൊരു വിലങ്ങുതലയായിട്ട് ഇടുകയും പിന്നെ കാശ്മീർ പ്രശ്നം വീണ്ടും അതിൻ്റെ പുറകിൽ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഇന്ത്യയെ തളച്ചിടുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഡ്രാമാസ് എല്ലാം നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ താലിബാൻ റഷ്യ എന്ന് പറയുമ്പോൾ അവരുടെ റിലേഷൻസ് ഇപ്പോൾ ഈ പറഞ്ഞൊരു കരാറിൽ കൂടെ അവർ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. 2025 ഏപ്രിലിൽ റഷ്യ ഇവരെ പിന്നെ കാരണം ഓരോ രാജ്യങ്ങളും പിന്നെ ഈ അവർ ബാൻ ചെയ്യുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ. അപ്പോൾ റഷ്യ 2003 മുതൽ ഈ താലിബാനെ ബാൻ ചെയ്തിരിക്കുകയാണ് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ള ലിസ്റ്റിൽ. കാരണം എല്ലാ രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും ഏത് രാജ്യങ്ങളും ഇതുമായിട്ട് ബന്ധം എന്നുവെച്ചാൽ ഈ പറഞ്ഞ തീവ്രവാദ ഗ്രൂപ്പുകളിലെ ശല്യമുള്ള എല്ലാ രാജ്യങ്ങളും പൊതുവെ ശല്യമില്ലാത്ത രാജ്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇവരുമായിട്ടും ഈ തീവ്രവാദത്തിൻ്റെ ഇരകളല്ലെങ്കിൽ തന്നെയും പല രാജ്യങ്ങളും വരെ ബാൻ ചെയ്യും, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ. നമുക്കറിയാം അമേരിക്ക ഇത് ചെയ്യുന്നതാണെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അമേരിക്ക ഇന്ന ഗ്രൂപ്പിനെ ബാൻ ചെയ്തു അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിൻ്റെ മുകളിലുള്ള ബാന് ഇവരത് എടുത്തു മാറ്റി എന്നൊക്കെ നമ്മളെപ്പോഴും വാർത്തകൾ കേൾക്കുന്നത്. അപ്പോൾ റഷ്യ 2003 മുതൽ താലിബാനെ ബാൻ ചെയ്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം 2025 ഏപ്രിലിൽ അവർ ഈ ബാൻ എടുത്തു മാറ്റുകയും 2025 ജൂലൈയിൽ പിന്നെ ആദ്യത്തെ രാജ്യമായിട്ട് റഷ്യ മാറി. അതായത് താലിബാനെ ഒഫീഷ്യലായിട്ട് പിന്നെ അംഗീകരിക്കുന്ന രാജ്യമായിട്ട് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റു പല രാജ്യങ്ങൾക്കും താലിബാനുമായിട്ട് നമുക്ക് ഈ ഇപ്പോൾ ഇന്ത്യയും താലിബാനുമായിട്ട് ഇപ്പോൾ താലിബാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും താലിബാൻ റൂൾഡ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ ബന്ധം ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഡിപ്ലോമാറ്റിക് എക്സ്ചേഞ്ചസ് ഉണ്ട്, മറ്റു പല എക്സ്ചേഞ്ചസും നടക്കുന്നുണ്ട്, ചൈന അതുപോലെ തന്നെ. പക്ഷേ റഷ്യയാണ് ആദ്യമായിട്ട് ഒഫീഷ്യലായിട്ട് താലിബാൻ ആണ് അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെൻറ് എന്നുള്ള ഓപ്പണായിട്ട് സമ്മതിച്ച് ഒരു രാജ്യം തന്നിട്ട്. അത് 2025 ജൂലൈയിലായിരുന്നു. അതിന് മുമ്പ് അവർ ആ ബാൻ എടുത്ത് മാറ്റി, ഏപ്രിലിൽ ആ ബാൻ എടുത്ത് മാറ്റി. അപ്പോൾ അതിനുശേഷം തീർച്ചയായിട്ടും
2021 നാറ്റോ അവിടെ നിന്ന് പിന്നെ പിന്മാറുകയും അതിനുശേഷം ഒരു സെക്കൻഡ് നാറ്റോ അവിടെ നിന്ന് പിന്മാറുകയും പിന്നെ അതായത് നാറ്റോ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യം അവിടെ നിന്ന് പിന്മാറുകയും പിന്നെ ഈ താലിബാൻ അവിടെ ഭരണത്തിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ വർഷങ്ങളായി. അതിനു മുമ്പ് താലിബാനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും എല്ലാ രീതിയിലുള്ള, കാരണം അമേരിക്കയ്ക്കെതിരെ പോലും അമേരിക്കയുടെ നിന്ന് എല്ലാ രീതിയിലുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ടും പാകിസ്ഥാൻ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുമ്പോഴും എന്നുവെച്ചാൽ പാകിസ്ഥാൻ അമേരിക്കയുടെ കൂടെ നിന്നിട്ട് എന്നുവെച്ചാൽ അമേരിക്ക താലിബാനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അമേരിക്കയിൽ നിന്ന് എല്ലാ സാമ്പത്തിക സഹായങ്ങൾ മേടിച്ചിട്ട് ഈ വാർ ഓൺ ടെററിസം എന്നുവെച്ചാൽ തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം പങ്കുകൊള്ളുന്നു എന്നുള്ള വ്യാജേന അവരിൽ നിന്ന് നല്ല സഹായം മേടിക്കുകയും പക്ഷേ താലിബാനെ വളരെ പിന്നെ എന്താണ് പറയുന്നത് സീക്രട്ടീവായിട്ട് എന്ന് തോന്നുന്ന രീതിയിൽ, സീക്രട്ടീവ് അല്ല, അമേരിക്ക അതിൽ അറിയാമായിരുന്നു, അത് സഹായിക്കുകയും ചെയ്തൊരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ താലിബാൻ അവിടെ ഭരണത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള താലിബാൻ്റെ നിയന്ത്രണത്തിലുള്ള ഗവൺമെൻറ് തമ്മിൽ ആ ഇക്വേഷൻ വളരെ മോശമാവുകയും അതിനുശേഷം നമുക്ക് അവർ തമ്മിൽ അതിർത്തി പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഈ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വളരെ പിന്നെ രൂക്ഷമായിട്ടുള്ള യുദ്ധങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാൻ തീർച്ചയായിട്ടും അവർക്ക് ചില ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, കാരണം പാകിസ്ഥാൻ്റെ എയർഫോഴ്സും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആണ്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ തീർച്ചയായിട്ടും അത്രയ്ക്ക് ശക്തമായിട്ടുള്ള എയർഫോഴ്സൊന്നുമില്ല. പിന്നെ അവരുടെ ചില ഫുഡ് സോൾജിയേഴ്സ് അല്ലെങ്കിൽ ആർമി മാത്രമേ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ പക്കലുള്ളൂ. അപ്പോൾ അത് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ രൂക്ഷമായിട്ടുള്ള ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോഴും പല പ്രാവശ്യം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വളരെ കനത്ത വ്യോമാക്രമണം അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ മോശമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ട് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ കടന്നാക്രമണം അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഇൻവേഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു സമയത്ത് അന്ന് താലിബാനൊന്നുമില്ല, അന്ന് മുജാഹിദിനായിരുന്നു ശരിക്കും പറഞ്ഞത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ, ചൈന, സൗദി അറേബ്യ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സോവിയറ്റ് യൂണിയനെതിരെ അണിനിരന്നിട്ട് സോവിയറ്റ് യൂണിയനെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുകച്ചാടിക്കാൻ വേണ്ടി അവർ വലിയൊരു സംവിധാനം ഉണ്ടാക്കുകയും അന്ന് മുജാഹിദിൻ എന്ന് പറയുന്ന വലിയ ഒരു തീവ്രവാദ സംഘടന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ റഷ്യക്കെതിരെ റഷ്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സോവിയറ്റ് യൂണിയനെതിരെ പടപൊരുതുവാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത മുജാഹിദിനാണ് പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താലിബാനായിട്ട് മാറിയത്. അപ്പോൾ അന്ന് ഈ മുജാഹിദിനെ ഉണ്ടാക്കുന്നതിലും അവരെ ഫണ്ട് ചെയ്യുന്നതിലും ആം ചെയ്യുന്നതിലും ട്രെയിൻ ചെയ്യുന്നതിലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു എന്താണ് പറയുന്നത് ഒരു ട്രെയിനിങ് പാകിസ്ഥാനിലാണ് ഇതിൻ്റെ എല്ലാം അതിനെ ഫണ്ട് ചെയ്തൊക്കെ തന്നെ. ഇതിൻ്റെ ബ്രെയിൻ അമേരിക്കയും ഫണ്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സൗദി അറേബ്യ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, അത് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ്. ചൈനയൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിരുന്നു. റഷ്യ ഇവിടുന്ന് പുകച്ചാടിക്കാൻ വേണ്ടി അന്ന് റഷ്യയല്ല, അന്നത്തെ സോവിയറ്റ് യൂണിയൻ, റഷ്യയാണ് അന്നത്തെ ബ്ലോക്കിലെ ഏറ്റവും വലിയ രാജ്യം. അപ്പം സോവിയറ്റ് റഷ്യ നമ്മൾ പറയുന്നത്, സോവിയറ്റ് റഷ്യ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുകച്ചാടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പിന്നെ അതിനകത്തിൽ പങ്കുവഹിച്ച രാജ്യങ്ങളാണ് ഇതൊക്കെ. നാറ്റോയുടെ അമേരിക്കൻ ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളും അതിൽ പാകിസ്ഥാനും ചൈനയൊക്കെ തന്നെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അന്ന് ചൈനയും റഷ്യയും തമ്മിൽ ഇതുപോലുള്ള ബന്ധങ്ങളൊന്നും അല്ലായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അതിനുശേഷമാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഫേസിലാണ് റഷ്യയും ചൈനയും തമ്മിൽ ഇപ്പം നമ്മൾ കാണുന്ന ബന്ധങ്ങൾ കൂടുതൽ ഈ ശക്തമായിട്ടുള്ളതാണ്. അന്ന് റഷ്യയെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിക്കുവാൻ വേണ്ടി പാകിസ്ഥാനൊപ്പം അമേരിക്കയ്ക്കൊപ്പം നിന്ന് ഈ മുജാഹിദിനെ ഉണ്ടാക്കുവാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കുവാനും ഒക്കെ തന്നെ മുൻപിൽ നിന്ന് അല്ലെങ്കിൽ വളരെ പ്രൊവാക്റ്റീവായിട്ടുള്ള റോൾ വഹിച്ചൊരു രാജ്യം ചൈനയും ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അന്നത്തെ 79 സംഭവമാണെന്ന് പറയുന്നത് ഈ റഷ്യ അഫ്ഗാനിസ്ഥാനെ ഇൻവേഡ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഈ ഒരു ദശാബ്ദക്കാലത്തുള്ള ഏകദേശം 79 മുതൽ 88-89 കാലയളവ് വരെ റഷ്യയും അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന. അപ്പോൾ റഷ്യക്കെതിരെ മുജാഹിദിനെ പിന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് റഷ്യക്കെതിരെ പടപൊരുതുവാനും വേണ്ടി അപ്പം പാകിസ്ഥാനിലായിരുന്നു ഇതിൻ്റെ ട്രെയിനിങ്ങും ഈ പറഞ്ഞ ഇതിൻ്റെ എന്താണ് പറയുന്നത് മറ്റ്
ഈ ലേബർ സപ്ലൈ, മാൻ പവർ ഇതൊക്കെ പാകിസ്ഥാനിൽ നിന്നായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഫണ്ടിങ്ങും എല്ലാം സൗദി അറേബ്യ ആയിരുന്നു. അതിൻ്റെ ബ്രെയിൻ ഓഫ് കോഴ്സ് അമേരിക്ക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അത് കഴിഞ്ഞു. അതിനുശേഷം മുജാഹിദീനൊക്കെ പോയി. പിന്നീട് അതിനകത്തിൽ നിന്ന് തന്നെ പൊട്ടി ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളൊരു അതിനകത്തിൽ തന്നെ മുജാഹിദീനിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഫോം ചെയ്തതാണ് താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ഷൻ. പിന്നെ വൈരുദ്ധ്യങ്ങൾ നമ്മൾക്ക് ഇതിനകത്തിൽ കാണാൻ പറ്റുന്ന എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ആ താലിബാൻ തന്നെയാണ്. എന്നുവെച്ചാൽ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും പണവും വാങ്ങിച്ച് റഷ്യക്കെതിരെ പടപൊരുതിയ മുജാഹിദീൻ പിന്നീട് താലിബാനായ ആ താലിബാൻ തന്നെയാണ് അമേരിക്കയ്ക്കെതിരെ, അല്ലെങ്കിൽ ആ താലിബാനെതിരെയാണ് അമേരിക്ക പിന്നെ അവിടെ 10-20 വർഷം കുറേ കാലങ്ങളായിട്ട് അവിടെ ബോംബിങ് നടത്തുകയും യുദ്ധം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പിന്നെ അമേരിക്ക അവിടെ നിന്ന് വിഡ്രോ ചെയ്തു. ഇപ്പോൾ താലിബാൻ ഭരണത്തിൽ വന്നു. ഇപ്പോൾ വീണ്ടും ആ താലിബാനുമായിട്ടാണ് റഷ്യ കൂടുതൽ ഇപ്പോൾ ഈ സൈനികപരമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ജിയോ പൊളിറ്റിക്സിൽ എപ്പോഴും കാണാൻ പറ്റുന്ന വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. കാരണം ഈ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൂടുതൽ അഫ്ഗാനിസ്ഥാൻ താലിബാനുമായിട്ട് കൂടുതൽ നമുക്കൊരു ഡിപ്ലോമാറ്റിക് ലിവറേജ് അല്ലെങ്കിൽ സ്പേസ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. അതുവഴി നമുക്ക് തീർച്ചയായിട്ടും മറ്റ് അഫ്ഗാനിസ്ഥാൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാകിസ്ഥാനേക്കാളിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. കാരണം പാകിസ്ഥാനെ ആയിട്ടുള്ള ബന്ധം നമുക്കറിയാം വളരെ ഹോപ്പ്ലെസ് ആണ്. അത് എങ്ങനായിത്തീരും അല്ലെങ്കിൽ ഏത് രീതിയിലായിത്തീരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ ഒരു രീതിയിലുള്ള പ്രതീക്ഷയും അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു രീതിയിലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുതന്നെയല്ല ചൈനയും പാകിസ്ഥാനും ഒക്കെ തന്നെ ഇപ്പോൾ വളരെ എന്താണ് പറയുക ഒത്തൊരുമിച്ചിട്ട് ഇന്ത്യയായിട്ട് ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു 2 ഫ്രണ്ട് വാറിന് കാരണം പാകിസ്ഥാനും ചൈനയും തമ്മിലിപ്പം ഫുള്ളി ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു അവരുടെ സൈനിക മിലിറ്ററി അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിക് റിലേഷൻസൊക്കെ തന്നെ. അതുകൊണ്ട് പാകിസ്ഥാൻ നമ്മളെ സംബന്ധിച്ച് ഇനിയും ഇന്ത്യക്കത് പാകിസ്ഥാനെ കോൺകർ ചെയ്തിട്ട് എന്നുവെച്ചാൽ നമ്മൾ പാകിസ്ഥാനെ കീഴടക്കി അല്ലെങ്കിൽ പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നമുക്ക് എത്രത്തോളം പ്രയോജനം ഉണ്ടാക്കും. കാരണം വീണ്ടും നമ്മുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഭൂപ്രദേശങ്ങളും അവിടെ ഉള്ള പിന്നെ മതപരമായിട്ടുള്ള അവസ്ഥകളൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പാകിസ്ഥാനെ നമ്മളിപ്പം എത്രയായിട്ട് വിഭജിച്ച് കഴിഞ്ഞാലും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ പാകിസ്ഥാൻ എന്നുള്ള പേരിലായിരിക്കത്തില്ല എന്ന് മാത്രം. കാരണം ബംഗ്ലാദേശിനെ നമ്മൾ ഉണ്ടാക്കി അതിനുശേഷം നമുക്കറിയാം ബംഗ്ലാദേശിൽ നിന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ആയിരിക്കും ബലൂചിസ്ഥാനെ ഇപ്പം നമ്മൾ ഇന്ത്യ മുൻകൈ എടുത്തിട്ട് സ്വന്തം രാജ്യമായിട്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തന്നെയും തീർച്ചയായിട്ടും ഇന്ത്യ വിരുദ്ധ ചേരികൾ അവിടെ ഉണ്ടാകുമല്ലോ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യക്ക് അനുകൂലമായിരിക്കും. പക്ഷേ ഒട്ടനവധി ഈ പറഞ്ഞ എന്താണ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ തന്നെ ലഷ്കർ-ഇ തൈബ അല്ലെങ്കിൽ അതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളും ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ബലൂചിസ്ഥാനിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. നമ്മൾ ബംഗ്ലാദേശിൽ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്ത് മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം ബെനഫിഷ്യലാണെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഇന്ത്യനകത്തിൽ കൂടുതൽ താല്പര്യം വളരെ അഗ്രസീവായിട്ടും പ്രൊവാക്റ്റീവായിട്ടും അതിനകത്തിൽ പങ്കെടുക്കുക എന്നുള്ളൊരു നിലപാടിനെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് കാര്യമായിട്ട്. കാരണം ഈ സിസ്റ്റമാറ്റിക്കായിട്ട് പാകിസ്ഥാൻ ഡീസ്റ്റെബിലൈസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ. അല്ല, ഇന്ത്യ മുൻകൈ എടുത്തിട്ടുണ്ട്, ഇന്ത്യ ആക്റ്റീവായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സ്പ്ലിൻഡർ ചെയ്യുക എന്നുള്ള നയം ഇന്ത്യയുടെ ഭാഗത്തില്ല. കാരണം ഈ ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിൻ്റെ ഇന്ത്യനുള്ള ആഭ്യന്തരമായിട്ടുള്ള പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അത് ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് പോളിസി ആണ്. ഇന്ത്യ ആ ഒരു പോളിസിയിലാണ് വിശ്വസിക്കുന്നതും ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിനകത്താണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ റഷ്യയും താലിബാനും തമ്മിലുള്ള ഈ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് ഡിപ്ലോമാറ്റിക് സ്പേസ് ഇന്ത്യക്ക് കൂട്ടുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ അഫ്ഗാൻ താലിബാനുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ താലിബാനെ നമ്മൾ ഫോർമലായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനേക്കാൾ ഉപരി പാകിസ്ഥാനും ചൈനയ്ക്കും അഫ്ഗാനിസ്ഥാനിൽ ചൈനയ്ക്ക് ഓൾറെഡി ഉണ്ട്. കാരണം ചൈന വളരെ ആക്റ്റീവായിട്ട് തന്നെ എൻഗേജ്ഡാണ് അഫ്ഗാനിസ്ഥാനിൽ. പക്ഷേ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ അത്ര ശരിയല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അവിടെ ഒരു സ്പേസ് കിട്ടാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചൈനയെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഈ ഒരുപക്ഷെ
ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അഫ്ഗാൻ താലിബാന് ചൈനയെ വളരെ അത്യാവശ്യമായിരിക്കും. കാരണം അഫ്ഗാനിസ്ഥാനിൽ ചൈനയ്ക്ക് വൻതോതിലുള്ള നിക്ഷേപങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള ഇക്കണോമിക്കായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും താലിബാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ചൈനയെ ഒഴിവാക്കാൻ സാധിക്കത്തില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ ഒരു ഫുട് ഹോൾഡ് കിട്ടുന്നത് ഇന്ത്യക്ക് കൺട്രോൾ ചെയ്യാൻ ഇതുവഴി സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ഏഷ്യ നമുക്ക് ഈ പറഞ്ഞ പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തിട്ട് അഫ്ഗാനിസ്ഥാനിൽ കൂടി സെൻട്രൽ ഏഷ്യയിലേക്കുള്ള വലിയൊരു എന്താണ് പറയുന്നത് ആ ഒരു കണക്ടിവിറ്റിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും ഈ റഷ്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു ബന്ധം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. വളരെ എന്താണ് പറയുന്നത് നമുക്കത് ഗുണകരമായിട്ട് നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് വളരെ എന്താണ് പറയുന്നത് പ്രയോജനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നൊരു കാര്യമായിരിക്കും. അറ്റ് ദ സെയിം ടൈം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ വളരെ മോശം ബന്ധങ്ങൾ കൂടുതൽ നമുക്കതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചൂഷണം ചെയ്തിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ള ഒരു എന്നുവെച്ചാൽ അഫ്ഗാനിസ്ഥാനിലേക്ക് നമ്മൾ കൂടുതൽ അവരുടെ കാരണം ഇന്ത്യയുടെ സോഫ്റ്റ് പവറാണ് അവർക്ക് തീർച്ചയായിട്ടും. ഞാൻ സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, റോഡ് പണിഞ്ഞു കൊടുക്കുക, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, അല്ലെങ്കിൽ അവരുടെ പിന്നെ മിലിറ്ററി പോലീസ് സംവിധാനങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യ എപ്പോഴും. അതുപോലെ തന്നെ ട്രേഡ്, കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള അരി എത്തിച്ചു കൊടുക്കുക, ഗോതമ്പ് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായില്ല. മരുന്ന് എത്തിച്ചു കൊടുക്കുക, മെഡിസിൻ, കാരണം ഇന്ത്യയിൽ നിന്ന് മെഡിസിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അഫ്ഗാൻ പോപ്പുലേഷൻ പൊതുവേ ഇന്ത്യയെ എപ്പോഴും ഇന്ത്യക്ക് ഒരു വെൽക്കം ആണ് ശരിക്കും പറഞ്ഞാൽ. പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നാൽ അവർ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ കൂടിയും മറ്റു രീതിയിലുള്ള അട്ടിമറികളിൽ കൂടിയൊക്കെ തന്നെ മാനിപ്പുലേഷൻ ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടെ തന്നെ അഫ്ഗാനിസ്ഥാനെ കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും നോക്കി അതുവഴി അവർ കൂടുതൽ അവിടുത്തെ ഭരണാധികാരികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക. പാകിസ്ഥാനിലെ മിലിറ്ററി പിന്നെ ഇൻ്റലിജൻസ് ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ എപ്പോഴും കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റഷ്യ അഫ്ഗാനിസ്ഥാൻ കരാർ അല്ലെങ്കിൽ ഈ ഒരു പുതിയ ബന്ധം തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എന്താണ് പറയുന്നത് നീക്കുപോക്കാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇനിയും വരുന്ന എന്താണ് പറയുന്നത് പുതിയ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനനുസരിച്ച് നമുക്ക് തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ടോപ്പിക്കോട് അവസാനിപ്പിക്കുകയാണ്. മറ്റു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.